संदेशे आते हैं हमें तड़पाते हैं, तो चिट्ठी आती है तो पूछे जाती है कि घर कब आओगे, कि घर कब आओगे, लिखो कब आओगे, कि तुम बिन ये घर सुना सुना है। संदेशे आते हैं हमें तड़पाते हैं, जो चिट्ठी आती है तो पूछे जाती है कि घर कब आओगे, कि घर कब आओगे, लिखो कब आओगे, कि तुम बिन ये घर सुना सुना है। किसी दिलवाली ने, किसी मतवाली ने हमें खत लिखा है कि हमसे पूछा है। किसी की सांसों ने, किसी की धड़कन ने, किसी की चूड़ी ने, किसी के कंगन ने, किसी के गजरे ने, किसी के गजरे ने, महकती सुबहों ने, मचलती शामों ने, अकेली रातों ने, अधूरी बातों ने, तरसती बाहों ने, और पूछा है तरसी निगाहों ने कि घर कब आओगे, कि घर कब आओगे, लिखो कब आओगे, कि तुम बिन ये दिल सुना सुना है। संदेशे आते हैं हमें तड़पाते हैं, जो चिट्ठी आती है वो पूछे जाती ഊർജ്ജമാണ് യുവാക്കൾ. कि घर कब आओगे, സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും आओगे, വികസനത്തിൽ कब आओगे, യുവത്വത്തിന്റെ ശക്തിക്ക് बिन ये घर പ്രധാന പങ്കുണ്ട്. सुना അതിനാൽ है। ലഹരിമുക്തി ഇന്ത്യ ക്യാമ്പയിനിൽ പരമാവധി യുവാക്കൾ അണിചേരേണ്ടത് വളരെ പ്രധാനമാണ്. രാജ്യത്തിന്റെ ഈ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ഇന്നേ ദിവസം നാം ലഹരി വിമുക്ത ഭാരതത്തിന്റെ കീഴിൽ ഒന്നിച്ചു ചേരുന്നു. സമൂഹവും കുടുംബവും സുഹൃത്തുക്കളും മാത്രമല്ല, നമ്മളും ലഹരി വിമുക്തരാകുമെന്ന് പ്രതിജ്ഞയെടുക്കുന്നു. കാരണം മാറ്റം നമ്മിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നമ്മുടെ സംസ്ഥാനം ലഹരി വിമുക്തമാക്കാൻ ഉറച്ച തീരുമാനമെടുക്കാം. എന്റെ സംസ്ഥാനത്തെയും അതിലൂടെ എന്റെ രാജ്യത്തെയും ലഹരി മുക്തമാക്കാൻ എന്റെ കഴിവിന്റെ പരമാവധി പ്രയത്നിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ജയ് ഹിന്ദ്. कि घर कब आओगे, कि घर कब आओगे, लिखो कब आओगे, कि तुम बिन गाओ सुना सुना है। संदेशे आते हैं हमें तड़पाते हैं, जो चिट्ठी आती है पूछे जाती है कि घर कब आओगे, कि घर कब आओगे, लिखो कब आओगे, कि तुम बिन ये घर सुना सुना है। പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടുള്ള കുഞ്ഞുങ്ങളെ, ഭാരതവും അതിൻ്റെ 78ാമത് സ്വാതന്ത്ര്യ ദിനം ഇന്ന് ആഘോഷിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ സ്വതന്ത്രരാണോ എന്ന്
ഒന്ന് ആത്മപരിശോധന ചെയ്യുവാനായിട്ട് ഈ ദിനം നമ്മളെ പുറകിലേക്ക് നമുക്ക് ചിന്തിക്കാം. ഇന്ന് സഭ, ഭാരതസഭ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ആരോപണത്തിൽ അത് ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ദിനകൂടിയാണ്. ഒരു വശത്ത് ഭാരതം പുതിയമായ സ്വാതന്ത്ര്യം നേടിയിട്ടുണ്ടെങ്കിൽ മറുവശത്ത് പരിശുദ്ധ അമ്മ ആത്മീയമായ കടന്നുപോയപ്പോൾ എന്നാൽ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തെറ്റും ശരിയുമുള്ളിടത്ത് ശരിയായത് കണ്ടെത്തുകയും ആ ശരിയായ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. എന്നാൽ ലോകത്തില് ശരിയേക്കാൾ അപ്പുറമായിട്ട് തെറ്റ് അതിൻ്റെ പിന്നാലെ പരക്കം പായുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുക. അതുകൊണ്ട് നന്മയേത് തിന്മയേത് എന്ന് തിരിച്ചറിയുവാനും നന്മയുടെ വഴിയിലൂടെ സഞ്ചരിച്ച് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനും സാധിക്കും.